നമ്മൾ ഇവിടെ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് പറയാറുള്ളത്. വീട്ടിൽ ചെയ്യാവുന്ന പ്രോഡക്റ്റുകൾ അതായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. അതുപോലെ ഇന്ന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പറയുന്നത്. എന്നാൽ അല്പം മെനക്കെട്ട പരിപാടി തന്നെയാണ്. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അധികമാരും ചെയ്യാത്ത പ്രോഡക്റ്റ്. ചെയ്യാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വെറൈറ്റിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ വിജയിക്കുന്ന പ്രോഡക്റ്റാണ്. അല്പം ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ അതിന് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കും ഉണ്ടാക്കാൻ പറ്റും ബിസ്ക്കറ്റ്. അതെങ്ങനെയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്, എവിടെ ആണ് വിതരണം ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വീടുകളിൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ കടകളിൽ കൊടുത്താണെങ്കിലും നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. നിങ്ങളൊന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. ആദ്യം വേണ്ടത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്കത് കൂട്ടാവുന്നതാണ്. ആദ്യമായിട്ട് വേണ്ടത് മൈദയാണ്. 500 ഗ്രാം മൈദ വേണം, 1/2 കിലോ മൈദ. പിന്നെ കറുവപ്പട്ട വേണം, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക ഇവയെല്ലാം കൂടെ പൊടിച്ചതിൻ്റെ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ മതിയാകും 500 ഗ്രാമിന്. പിന്നെ വേണ്ടത് സോഡാപ്പൊടിയാണ്. അത് അത്യാവശ്യത്തിന് മാവ് പുളിക്കാനുള്ളതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ, അത് 1/4 ടീസ്പൂൺ മതിയാകും. നെയ്യ് വേണം. അതിനുശേഷം അത് 100 ഗ്രാം വേണ്ടി വരും. ഡാൽഡ 100 ഗ്രാം വേണ്ടി വരും. പഞ്ചസാര നമുക്കൊരു ടേബിൾ സ്പൂൺ മതി, ചെറിയ അളവ് മതി. പിന്നെ നമുക്ക് ഫുഡ് കളർ കിട്ടും, നമ്മുടെ ഈ ജിലേബിയുടെയൊക്കെ കളറില്ലേ ആ ടൈപ്പ് കളർ കിട്ടും, അതൊരു നുള്ളു വേണ്ടി വരും. 2 മുട്ട വേണ്ടി വരും. പിന്നെ കശുവണ്ടി വേണ്ടി വരും, ഒരു 10-15 എണ്ണം. ഒരു 3 പച്ചമുളക് വേണ്ടി വരും. പഴുത്തത് എടുക്കരുത്, പച്ച തന്നെ എടുക്കണം. പച്ചമുളക് വേണ്ടി വരും. 1 കഷ്ണം ഇഞ്ചി വേണ്ടി വരും. പിന്നെ മല്ലിയില, പുതിനയില, ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും കുറേശ്ശെ അരിഞ്ഞെടുത്തത് വേണ്ടി വരും. കുരുമുളക് പൊടി വേണ്ടി വരും, 1 ടീസ്പൂൺ. ഉപ്പ് വേണ്ടി വരും ആവശ്യത്തിന്. ഒരുപാട് ഐറ്റംസ് ഞാനിവിടെ പറഞ്ഞു. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് കേട്ട് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. എങ്കിലേ നമ്മുടെ ആ പ്രിപ്പറേഷൻ കൃത്യമാവുകയുള്ളൂ. ഇവിടെ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെയ്യ്, ഡാൽഡ, പഞ്ചസാര, മുട്ട, കളർ, ഇത്രയും സാധനങ്ങൾ നന്നായി കൂട്ടി യോജിപ്പിക്കണം. അതിന് നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് എടുക്കാം. നമുക്കിനി ബീറ്റർ ഉണ്ടെങ്കിൽ നല്ല കാര്യം, ബീറ്റർ വെച്ച് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാം. അതാകുമ്പോൾ വളരെ നന്നായിട്ട് അത് യോജിക്കും. പിന്നെ ഈ ഒരു മിക്സിലേക്ക് നമ്മളുടെ പൊടികൾ എല്ലാം ചേർത്ത് ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത ശേഷം മറ്റ് ചേരുവകളെല്ലാം ചെറുതായി അരിഞ്ഞ് ചേർക്കണം. അതായത് നമ്മൾ പറഞ്ഞ ഇഞ്ചി, മല്ലിയില, പുതിനയില, പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞ് ചേർക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം ചെറിയ അളവിൽ ഉരുളകളാക്കിയെടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് ചെറിയ അളവിൽ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളതിനെ നന്നായിട്ട് പരത്തണം. അതായത് നമ്മളുടെ ചപ്പാത്തിയുടെ പലകയും റൂളും വെച്ച് തന്നെ നമുക്ക് പരത്താം. അങ്ങനെ പരത്തിയതിന് ശേഷം കൃത്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഒരു ബേക്കിംഗ് മെഷീൻ ഇവിടെ ആവശ്യമായിട്ട് വരും. അതായത് നമുക്കിവിടെ ഒരു ഓവൻ ആവശ്യമായിട്ട് വരും. OTG ഓവൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ആ ഒരു ഓവനിൽ നമുക്ക് കൃത്യമായ സമയപരിധിയൊക്കെ കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മസാല ബിസ്ക്കറ്റ് റെഡിയായി. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വീടുകളിൽ എത്തിക്കാം. ഇതിനകത്ത് യാതൊരു മായവും കാര്യങ്ങളും ഒന്നും കലർന്നിട്ടില്ല. വളരെ കൃത്യമായിട്ട് വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് മസാല ബിസ്ക്കറ്റാണ്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറി മാറി പരീക്ഷിക്കാവുന്നതാണ്. ഇൻഗ്രീഡിയൻസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റും മാറും. നമ്മളുടെ കഴിവ് പോലെ നമുക്കതിൻ്റെ ടേസ്റ്റ് മാറ്റി പല വെറൈറ്റികൾ ഉണ്ടാക്കാം. ഈ വെറൈറ്റികളെല്ലാം തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം നന്നായിട്ട് മുമ്പോട്ട് പോകും. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. ഇവിടെ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഈ ഒരു സാധനവും ഇങ്ങനെയുള്ള ഒരു സാധനവും പ്രിപ്പയർ ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല.
നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കി അയൽ വീട്ടിൽ കൊടുക്കുന്ന പോലെ അല്ല ഇത് കച്ചവടമാണ്. കച്ചവടമാകുമ്പോൾ തീർച്ചയായിട്ടും ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ബാക്കി ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ പറയുന്നില്ല. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.